1 ലിറ്റർ വളത്തിന് 10 ലിറ്റർ വെള്ളം വേണം കേട്ടോ. നമ്മുടെ ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ഒരു പയറിനെ നല്ല അത്ഭുതകരമായ വളർച്ച ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു കൃഷി വീഡിയോ തന്നെയാണ്. നമ്മളിതിനു മുമ്പ് ഒരു 10-20 ദിവസം മുമ്പ് കാണിച്ചാണ് ഈ ഒരു വീഡിയോ. അതായത് നമ്മുടെ ഈ ഒരു പയർ നട്ട വീഡിയോ ആണെന്ന് കാണിച്ചത്. പക്ഷേ ഇന്ന് 20 ദിവസത്തിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിട്ടോ, നമ്മുടെ പയറെല്ലാം നല്ല അടിപൊളിയായിട്ട് കായ്ച്ച് നിൽക്കുകയാണ്. അതും വെറുതെ ഒന്നും കായ്ച്ചല്ല, എല്ലാ പയറിലും, അതായത് എല്ലാ ഈ ഒരു ചെടിക്കകത്തും ചുരുങ്ങിയതൊരു 10-20 പയറെങ്കിലും ഉണ്ട്. അപ്പം അത്രമാത്രം നല്ല രീതിയിൽ നമ്മുടെ പയർ എങ്ങനെ ആയി എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഇവിടേക്ക് വന്നാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു 1-1.5 അടിയോളം കൂടുതൽ നമ്മുടെ ഈ ഒരു പയർ വളർന്ന് നിൽക്കേണ്ടത് നമ്മുടെ ഈ ഒരു ചെടിയിൽ നിന്നും തറയിൽ മുട്ടി നിൽക്കുകയാണേ. ഇതേണ്ടോ, കൈയെടുത്ത് കാണിക്കാം. ഇത്രമാത്രം നല്ല കനത്തിൽ, എൻ്റെ ഒരു വിരലിൻ്റെ വലിപ്പത്തോളം ഏകദേശം വരുന്ന രീതിയിലുള്ള കനത്തിലാണ് നമ്മുടെ ഈ ഒരു പയർ വളർന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പയർ എങ്ങനെ ഇത്രമാത്രം കനത്തിൽ വളർന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിനെ ഉപയോഗിച്ച വളം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് ആ ഒരു വളം എന്താണെന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഈ അടച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു വളം. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. 2 കവറിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. വലിയ ഒരു എയർടൈറ്റിന് വേണ്ടി, ജസ്റ്റ് ഒരു എയർടൈറ്റിന് വേണ്ടിയിട്ടാണ്. ഇതാണ്ടോ, ഈ പതഞ്ഞ് പൊങ്ങിയിരിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ഒരു പയറിനൊക്കെ നല്ല രീതിയിൽ കൊല കുത്തി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ലറിയാണ്. അതായത് നമ്മൾ കുറച്ചധികം നമ്മുടെ വളങ്ങളെ വെച്ച് വെള്ളത്തിലാക്കിയിട്ട് സ്ലറി രൂപത്തിലാക്കിയിരിക്കുകയാണ്. അപ്പം അതെന്തൊക്കെയാണ് വളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഷിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് കിട്ടാത്തവർക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും നമ്മുടെ ഒന്നെങ്കിൽ വളക്കടയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാലിത്തീറ്റ വിൽക്കുന്ന കടയിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു കടലപ്പിണ്ണാക്ക് മേടിക്കാൻ കിട്ടും. അപ്പം 1 കിലോയോളം കടലപ്പിണ്ണാക്കുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് എല്ലുപൊടിയാണ്. ഇതെന്ന് പറയുന്നത് എല്ലുപൊടിയാണ്. ഏകദേശം 1/2 കിലോയോളം എല്ലുപൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ വേണം. ഇതൊക്കെ ഇപ്പം കറക്റ്റ് അളവല്ല, നമ്മൾ ഉണ്ടാക്കേണ്ട ബാക്കി ബാലൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം 1 കിലോയോളം നമ്മുടെ ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് വേണം. പിന്നെ വേണ്ടുന്നത് ഒരു 50 ഗ്രാമോളം നമ്മുടെ ശർക്കര ഉണ്ടെങ്കിൽ അതുകൂടെ എടുത്തോ. അപ്പം ആ ഒരു 4 കൂട്ടം ഐറ്റമാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ലറി എന്ന് പറയുന്നത്. അന്നേരം എങ്ങനെ ആ സ്ലറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ്. നമുക്ക് 20 ലിറ്ററിൻ്റെ വെള്ളം കൊള്ളുന്ന ഒന്നീ ബക്കറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രം എടുത്തതിന് ശേഷം 20 ലിറ്റർ വെള്ളം അതിനകത്തേക്ക് കൃത്യമായിട്ട് നിറയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1/2 കിലോ നമ്മുടെ ഈ ഒരു എല്ലുപൊടി, പിന്നെ വേണ്ടുന്നത് 50 ഗ്രാം നമ്മുടെ ശർക്കര. ഇത്രയും കൂടെ നല്ല രീതിയിലേക്ക് നമ്മുടെ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യുക. അതായത് ഒരു വശത്തേക്ക് മാത്രം കറക്കി എടുക്കുക കേട്ടോ. എപ്പോഴും 3 ദിവസം വെച്ച് അല്ലെങ്കിൽ 5 ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിനെ എടുക്കാൻ പാടുള്ളൂ. ഒരു ദിവസം നമ്മളിതിനെ വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം അടച്ചു വെക്കുക. വലിയ എയർടൈറ്റ് വേണമെന്നൊന്നുമില്ല, എല്ലാം തണലത്ത് വെക്കുക. ജസ്റ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്കൊരു ഒരേ സമയം നോക്കിയിട്ട് നമുക്കിത് ഇതുപോലെ നല്ലൊരു കമ്പിയോ എടുത്തിട്ട് ഇതിന് ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റിച്ച് കൊടുക്കണം. അതായത് അടി കിടക്കുന്ന മുഴുവൻ വളവും ഒന്നുകൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും വലത്തേക്കാണ് നിങ്ങൾ ഈ ഒരു കറക്കുന്നതെങ്കിൽ ഇടത്തേക്ക് ഇത് തിരിച്ച് കറക്കരുത്. തിരിച്ച് കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വളത്തിനകത്ത് സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികളാണ് നമ്മുടെ ഈ ഒരു വളത്തിനെ ശരിക്കും നല്ല പ്രയോജനമുള്ളതാക്കി മാറ്റുന്നത്. അപ്പോൾ ആ ഒരു സൂക്ഷ്മജീവികൾ ഇല്ലാണ്ടായി പോകാൻ സാധ്യത കൂടുതലാണ് 2 വശത്തേക്ക് കറക്കിയാൽ. അന്നേരം ഒരു വശത്തേക്ക് മാത്രം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ഒരു പയറിനെ നല്ല അത്ഭുതകരമായ വളർച്ച ഉണ്ടാക്കാൻ പോകുന്നത്. വേണ്ട, ഇതിന് ശേഷം ചെയ്യേണ്ടത്, ഇപ്പം 3 ദിവസം നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ദിവസങ്ങളിൽ വട്ടം ചുറ്റിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം ഇത് 3ാമത്തെ ദിവസമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. വെറും പച്ചവെള്ളം, ഏകദേശം 10 ലിറ്ററോളം പച്ചവെള്ളമാണ് വെച്ചിരിക്കുന്നത്. നമ്മളിനി എടുക്കേണ്ടുന്നത് 1 ലിറ്ററോളം നമ്മുടെ ഒരു വളം. ഒരു കാരണവശാലും ഈ വളം ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത്. ഇതിനെ നമുക്ക് നേർപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ വളത്തിന് 10 ലിറ്റർ വെള്ളം വേണം കേട്ടോ. അല്ലാതെ ഞാൻ പറയുന്നതിട്ട് വെറുതെ എടുത്ത് നമ്മൾ ചുമ്മാ എടുത്ത് അങ്ങ് ഒഴിക്കരുത്, നമ്മുടെ ചെടി കരിഞ്ഞു പോകും. ഈ ഒരു 10 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമ്മുടെ ഈ ഒരു 1 ലിറ്റർ വളം ഒഴിച്ചിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പയറിനോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഏതൊരു നമ്മുടെ അടുക്കള തോട്ടത്തിനുള്ള ഈ ഒരു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇവിടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കത് ഇതിനകത്തുനിന്നും 1 ലിറ്റർ വീതം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. കൂടുതലെല്ലാം 1 ലിറ്റർ എടുത്ത് നമ്മുടെ ഓരോ പയറിന് മുട്ടിലേക്കും ഒഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ കൊടുക്കുമ്പോൾ പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വെള്ളം ആയതുകൊണ്ട് നമ്മുടെ ഈ ചെടികളുടെ വേര് ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് നമ്മുടെ ഇതിനകത്ത് കായ്ഫലം ഉണ്ടാക്കാനും ഈ ഒരു വളം നമ്മളെ സഹായിക്കും. അന്നേരം നമ്മുടെ ഈ ഒരു വളം എന്ന് പറയുന്നത് നമുക്ക് പയറിന് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടെ മുളക് നിൽപ്പുണ്ട് കേട്ടോ. ഈ മുളകിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള എന്ത് ചെടികൾക്കും, അതായത് നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എന്ത് ചെടികൾക്കും ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ മുളകിന് മാത്രമല്ല, എന്തിനും, ഞാൻ പറഞ്ഞിട്ട് എന്തിനും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. കാരണം വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഈ കൃഷി ചെയ്യാൻ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ സ്ലറി ഉണ്ടായിക്കോ. ഞാൻ പറഞ്ഞിട്ട് 3 സാധനം അല്ലെങ്കിൽ 4 സാധനം മാത്രം മതി. ഇത് കണ്ടോ, ഒന്നുകൂടെ പറയാം. 1 കിലോ കടലപ്പിണ്ണാക്ക്, 1/2 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, ഒരു 50 ഗ്രാമോളം ശർക്കര മാത്രം മതി. ഇതുപോലെ സ്ലറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഇതോടുകൂടി ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.